ത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തോറ്റുകൊടുത്തു. ആയിഷക്ക് വലിയ സന്തോഷമായി, ജയിച്ചതിന്റെ ആഹ്ലാദം. രണ്ടാമത്തെ തവണ പ്രവാചകനും ആയിഷയും ഓടിയപ്പോൾ ആയിഷ തോറ്റുപോയി. ജീവിതത്തിൽ ഓടിയിട്ടുണ്ടാവും, ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഓടിയിട്ടുണ്ടാവും, പലപ്പോഴും ഓടിയിട്ടുണ്ടാവും. ഒരാൾ മുമ്പിലും മറ്റാൾ ബാക്കിലായിരിക്കും. മുമ്പിലെപ്പോഴും ഭാര്യയായിരിക്കും, അടിക്കാൻ വേണ്ടിയായിരിക്കും ആ ഓട്ടം. അതല്ലാതെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുട്ടികളെ ഇങ്ങനെ നിരത്തി നിർത്തും. എന്നിട്ട് പറയും, മൻ സബഖ ഇലയ്യ ഫലഹു കദാ വകദാ, ഫസ്റ്റ് എത്തുന്ന ആൾക്ക് ഇന്ന സമ്മാനം തരാം. ആരായിരുന്നു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? വലിയ വിപ്ലവകാരിയായിരുന്നു. Is there any man greater than him? ലാമാട്ടൈൻ ചോദിച്ചു, ഇദ്ദേഹത്തെക്കാൾ മഹാനായി ലോകത്ത് ആരാണുള്ളത്? പുരുഷാകൃതി പൂണ്ട ദൈവമോ നരദിവ്യാകൃതി പൂണ്ട ധർമ്മമോ പരമേശ പവിത്രപുത്രനോ കരുണാവാൻ നബി മുത്തുരത്നമോ. കരുണാവാൻ നബി മുത്തോ രത്നോ, ഇതെന്താണ്? ഇത് ദൈവം മനുഷ്യരൂപത്തിൽ ഇറങ്ങിയതാണോ? ശ്രീനാരായണന്റെ അത്ഭുതം. ഇത് മുത്തോ രത്നമോ എന്ന് ചോദിക്കുന്നത് ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. എത്ര സിമ്പിളായിരുന്നു. അൽ മുഅ്മിൻ ആലിഫുൻ മഅലൂഫുൻ. മുഅ്മിൻ എന്ന് പറഞ്ഞാൽ എല്ലാവരുമായി ഇണങ്ങാൻ, ഇണക്കപ്പെടാൻ പറ്റുന്ന ആളാണ്. എല്ലാവരുമായും വളരെ നന്നായി. നമ്മൾ പലരെയും അടുത്തേക്ക് ആൾക്കാർ വരില്ല. വലൗ കുന്ത ഫല്ലൻ ഗലീലൽ ഖൽബ് ലം ഫല്ലൂ മിൻ ഹൗലിക്. താങ്കളെങ്ങാനും പരുക്കൻ ഹൃദയമുള്ള ആളായിരുന്നെങ്കിൽ ആളുകൾ താങ്കളുടെ ചുറ്റുവട്ടത്ത് നിന്ന് ഓടിപ്പോകുമായിരുന്നു. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അങ്ങയുടെ കാരുണ്യം, അങ്ങയുടെ സരളഭാവം, അങ്ങയുടെ ഹൃദയത്തിന്റെ വിശാലത അള്ളാഹു താങ്കൾക്ക് ചെയ്തു തന്ന ഔദാര്യമാണ്. ഖുർആൻ പറയാ. ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കുട്ടിയെ ഉമ്മ വെച്ചു. ഇത് കണ്ട അഅറാബി ഞെട്ടിയിട്ട് പറഞ്ഞു, വല്ലാഹി ഇന്നലി അശ്റത്തും മിനൽ ഔലാദ്, 10 മക്കളുണ്ട് എനിക്ക്. മാ ഖബ്ബൽതു മിൻഹും അഹദ, ഒരുത്തനെ പോലും ഞാൻ ചുംബിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞെട്ടിത്തെറിച്ചു. എന്നിട്ട് പ്രവാചകൻ ആ അഅറാബിയോട് ചോദിച്ചു, അല്ലാഹു നിന്റെ ഹൃദയത്തിൽ നിന്ന് കാരുണ്യമെന്ന വികാരം എടുത്തു കളഞ്ഞാൽ ഞാൻ എന്തു ചെയ്യും? എല്ലാവർക്കും അസ്സലാമു അലൈക്കും ഷെയ്ക്കൻഡ് കൊടുക്കും. സ്വന്തം ഭാര്യയുടെ അടുത്തേക്ക് വരുമ്പോ മാത്രം ഷെയ്ക്കൻഡ് കൊടുക്കില്ല. എന്താ കൊടുക്കാത്തത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസാഫഹത്ത് ചെയ്തു കഴിഞ്ഞാൽ അപരൻ കൈ വലിക്കുന്നത് റസൂല് വലിക്കില്ല. കാരണമായി റസൂല് പറഞ്ഞത്, ഒരാൾ മുസാഫഹത്ത് ചെയ്താൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി എന്ന് പറഞ്ഞാൽ മലായിക്കത്തുകൾ അവർക്കിരുവർക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ അപരൻ വലിച്ചാലല്ലാതെ വലിക്കില്ല. നമ്മൾ പലരും ഷെയ്ക്കൻഡ് കൊടുക്കുന്നത് വിരൽ തുമ്പിലാണ്. ഭാര്യ ഭർത്താവിനോട്, ഭർത്താവ് ഭാര്യയോട് സലാം പറയണ കേട്ട് കഴിഞ്ഞാൽ അമുസ്ലിങ്ങൾ പേടിയാവും. ഓഫീസിൽ പോവാൻ ഭാര്യയോട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി കണ്ണൊക്കെ തുറപ്പിച്ചിട്ട് വിചാരിക്കും, അന്നെ ഞാൻ ശരിയാക്കി തരാന്ന് അറബിയിൽ പറയാമെന്ന് വിചാരിക്കും. അപ്പോൾ അതിനേക്കാളും ഗൗരവത്തിൽ വഅലൈക്കും അസ്സലാം, പോയിട്ട് വാ അല്ലേ? എന്താ ഈ പറയുന്നത്? ഓർത്തിട്ടുണ്ടോ അതിന്റെ അർത്ഥം? പീസ് ബി അപ്പോൺ യു, ശാന്തിയും സമാധാനം. ഓൻ പറയുമ്പോ ശാന്തിയില്ല, പ്രാർത്ഥിക്കുന്നത് ശാന്തിക്ക് വേണ്ടി. എന്തൊരു വൈരുദ്ധ്യം, എന്തൊരു വൈരുദ്ധ്യം! ഈ വൈരുദ്ധ്യാത്മകതയാണ് പ്രശ്നം. വളർത്താൻ സ്വയം വളരണം. മക്കളെ കൊച്ചുകുട്ടികൾ അടിക്കാൻ പാടില്ല. അതിന്റെ പേരിൽ ഒരു പക്ഷേ അല്ലാഹു ഗുരുതരമായ ശിക്ഷയ്ക്ക് വിധേയമാക്കും. വഅദ്ദിബുഹു സബ്അൻ, രണ്ടാമത്തെ 7 മക്കൾക്ക് അദബ് പഠിപ്പിക്കുക. വസാഹിബുഹു സബ്അൻ, ആഫ്റ്റർ +2 കുട്ടികളെ തൊട്ടുപോകരുത്. കൂട്ടുകാരനെ പോലെ പെരുമാറുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഫ്രണ്ട്സ് ആയിരിക്കണം. കാരണം അവർ മെച്ചുവേർഡായി. അവർ ടു സെൻസിറ്റീവ് പീരീഡ് എന്നാണ് WHO ഇതിനെ കുറിച്ച് പറഞ്ഞത്. ടീൻ ഏജ്, 13 മുതൽ 19 വയസ്സ് വരെയുള്ള പ്രായം. കുട്ടികൾ ഒറ്റക്കരിക്കും റൂമില്, ഒരു വല്ലാത്തൊരു സംഘർഷത്തില. ഇടതുകാൽ ബാല്യത്തിലും വലതുകാൽ യൗവനത്തിലും. അങ്ങനെയാണ് അവരുണ്ടാവുക. പിള്ളേര് കളിക്കുമ്പോൾ അവർ ചേർക്കും ലിക്കാകാണ്ട് മാറുന്നെന്ന് പറയും. യുവാക്കളോടൊപ്പം കളിക്കാൻ പോകുമ്പോൾ പറയും പിള്ളേരൊക്കെ അവിടെ നിന്ന് പോയെന്ന് പറയും. ഇവർ കുട്ടികളുമല്ല യുവാക്കളുമല്ല. ആ ഒരു ഘട്ടത്തിൽ അവരുള്ളൂ. ഒരുപാട് സംഘർഷം അവർക്കുണ്ടാകും. എല്ല് വളർന്നുകൊണ്ടിരിക്കുന്നു, ഹോർമോൺ, സെക്സ് ഹോർമോൺ ഒക്കെ വളർന്നുകൊണ്ടിരിക്കുന്നു. ഓപ്പോസിറ്റ് സെക്സിനോടൊക്കെ ഉള്ള ഒരു അട്രാക്ഷൻ ഒക്കെ വരും. അതൊക്കെ സ്വാഭാവികമാണ്.
രാത്രിയൊക്കെ 12 മണിക്കൊക്കെ വെറുതെ എണീറ്റ് നിന്നിട്ട് കണ്ണാടി നോക്കി ചിരിക്കണമൊക്കെ കാണാം. അപ്പൊ നിങ്ങൾ ഹോസ്പിറ്റലൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. അതൊക്കെ ഈ പ്രായത്തിന്റെ കുഴപ്പമാണ്. അതൊക്കെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചിരിക്കണ കാണാം. ആരെങ്കിലും ഒരു ഐ ലവ് യു എന്ന് പറഞ്ഞാൽ പിന്നെ നടക്കാൻ പറ്റില്ല, ആകെ ഒരു വൈബ്രേഷൻ, പിന്നെ ഒന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല, ആകെ തളർന്നു പോകും. ഇതൊക്കെ ഈ സമയത്തെ പ്രശ്നമാണത്. ആഫ്റ്റർ 20 എന്നോടൊക്കെ നിങ്ങൾ ഒരാൾ ഐ ലവ് യു എന്ന് പറഞ്ഞാൽ വാലയ്ക്കും ഐ ലവ് യു എന്ന് പറയും. പ്രശ്നമല്ല അത്. പക്ഷെ ആ കുട്ടികൾ കഴിയില്ല, അതിനെ നിയന്ത്രിക്കാൻ ആവില്ല അവർക്ക്. അപ്പൊ സ്നേഹം കൊടുക്കുക ചെടിയുടെ വേര് പോലെയാണ്. എവിടെയാണോ വെള്ളമുള്ളത് അവിടേക്ക് വേര് പോകും. സ്നേഹം എവിടെയാണോ ഉള്ളത്, കാരണം അവരുടെ വല്ലാത്തൊരു ഹങ്കർ ഈ സമയത്തുണ്ടാവും കുട്ടികൾക്ക്. എവിടെയാണോ സ്നേഹം, വാപ്പാടെ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല, ഉമ്മയുടെ നിന്ന് സ്നേഹം കിട്ടിയിട്ടില്ല. നിങ്ങൾ നോക്കൂ, രാവിലെ കൊച്ചുകുട്ടി എഴുന്നേൽപ്പിക്കുന്ന ദേഷ്യം പിടിച്ചിട്ടാണ്. മര്യാദക്ക് എണീച്ചോ നീയെ, ഈ വിരലെങ്ങനെ ഉണ്ടാവും, സമയാവണ് അല്ലെ? ആ കുട്ടി അലർച്ച കേട്ട എണീക്കണത്, എന്താ നോക്കിക്കണത്, വേഗം ബാത്റൂമിൽ പല്ല് തേക്ക്, അടുത്ത ബഹളം, ഇങ്ങനെ വാണിംഗ് ആണ്. അത് കഴിഞ്ഞു വന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിച്ചുകൂടെ, ഇപ്പൊ അവരുടെ വണ്ടി, ആ കുട്ടിയെ വേഗം പോയി കഴിച്ചെന്ന് വരുത്തും. അപ്പോഴേക്കും വണ്ടി വരും. വണ്ടി വന്നു കഴിഞ്ഞാൽ വേഗം നടന്നുകൂടെ, ഇപ്പൊ പോടുക വണ്ടി, ഇങ്ങനെ കുത്തി അതിനെ കൊണ്ടുപോവാണ്. അവിടെ എത്തുമ്പോ ഒരു കിളിയുണ്ടല്ലോ, അവന്റെ വക ഉണ്ടാവും വേറെ കുത്ത്, കയറിക്കട വേഗം. സ്കൂളിൽ പോയാലോ കുത്തോട് കുത്ത്. ഈ കുട്ടി വൈകുന്നേരം 4 മണിക്ക് വരുമ്പോ ഈ മുസീബത്ത് അവിടെ ഉണ്ടാവും ഫ്രണ്ട് ഗേറ്റില്. വേഗം കണ്ട് വന്നോടുക, വേഗം പോയി കഴിച്ചിട്ട് ട്യൂഷന് പോ. സുബ്ഹാനല്ലാഹ്, എങ്ങനെ കുട്ടികൾ ക്രൂരന്മാരാകാതിരിക്കും? എങ്ങനെ കുട്ടികൾക്ക് കാരുണ്യം ഉണ്ടാകും? കാരണം നിന്നിൽ നിന്ന് കാരുണ്യം കുട്ടികൾ അറിഞ്ഞിട്ടില്ല. പിന്നെ വാപ്പിയമ്മയും എന്നും തല്ലോട് തല്ല്. ഒരു സ്നേഹത്തിൽ പല ഭാര്യയും ഭർത്താവും ഉമ്മർത്ത് ഇങ്ങനെ ഇരിക്കും. എപ്പോഴെങ്കിലുമൊക്കെ സ്നേഹമൊക്കെ വരുള്ളൂ. സ്നേഹമൊക്കെ വന്നാൽ ഭർത്താവ് ഭാര്യയ്ക്ക് ഒരു ഉമ്മ കൊടുക്കാൻ അല്ലെങ്കിൽ ഒക്കെ ശ്രമിച്ചു കഴിഞ്ഞാൽ അവൾ പറയും, പിള്ളേരിക്കണം, മാറി നിൽക്കും മനുഷ്യന്ന്. അത് സ്നേഹം കുട്ടികളോട് കാണിക്കാൻ പാടില്ല. വെരി ഗുഡ്. സ്നേഹമൊക്കെ റൂമിന്റെ ഉള്ളിൽ, തല്ലൂട്ടൊക്കെ പിള്ളേരെ മുമ്പിൽ. കുട്ടികളെന്താ മനസ്സിലാക്കുക? വിവാഹം എന്ന് പറഞ്ഞാൽ ഈ ഫൈറ്റാണ്. ഇൻഷാ അല്ലാഹ് കല്യാണം കഴിയട്ടെ, അല്ലേ? അങ്ങനെ വരും. എന്താണോ കുട്ടികൾ കാണുന്നത് അതാണ് കുട്ടിയിൽ നിന്ന് പ്രതീക്ഷിക്കുക. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ വ്യാപകമാണ് കുട്ടികൾ. പുസ്തകങ്ങൾ വലിച്ചെറിയുക, റിമോട്ട് കൺട്രോൾ എറിയുക, TV എറിഞ്ഞു പൊട്ടിക്കുക. ഒരു കുട്ടി TVക്കുള്ളിൽ തലകുരുങ്ങി പിഞ്ചുകുഞ്ഞ് മരിച്ചുപോയി. പത്രവാർത്തയാണ്. ഞാൻ അത്ഭുതപ്പെട്ടു. TVക്ക് ഓട്ടമൊന്നുമില്ല, പിന്നെ എങ്ങനെ കുഞ്ഞ് മരിച്ചു പോവാന്ന്. ഇവൻ തന്നെ ഒരു കല്ലൊക്കെ ഇട്ട് ഹോളൊക്കെ ഉണ്ടാക്കിയതിനുള്ളിൽ തലയിട്ടു. ഈ കുട്ടികൾ അങ്ങനെ ഹോള് കണ്ടപ്പോ അതിലേക്കൊക്കെ കൈയിടും, തലയിടും. അങ്ങനെയൊക്കെ കുറെ പേര് മരിച്ചു പോയിട്ടുണ്ട്. വളരെ പ്രശ്നമാണ്. ദി ഗ്രേറ്റസ്റ്റ് ടാസ്ക് ഇൻ ദി മോഡേൺ സൊസൈറ്റി ഈസ് ടു ബ്രിങ് അപ്പ് എ ചൈൽഡ് എന്ന് ബർണാഡ് ഷാ അന്ന് പറഞ്ഞിട്ടുണ്ട്. എളുപ്പമല്ല ഒരു കുട്ടിനെ വളർത്താൻ, വളരെ ഗൗരവമുള്ള കാര്യം. വളരെ ജാഗ്രതയോടുകൂടി അള്ളാഹുവിനോട് നിരന്തരമായി റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അഅ്യുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. റബ്ബനാ, ഞങ്ങളുടെ നാഥ, ഹബ് ലനാ, നീ ഔദാര്യമായി നിന്റെ സമ്മാനമായി നൽകണേ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഇണകളിൽ നിന്ന്, വദുരിയാതിനാ, ഞങ്ങളുടെ സന്താനങ്ങളിൽ നിന്ന്, ഖുർറത അഅ്യുൻ, കണ്ണിന്റെ കുളിർമ. നല്ല പെണ്ണിനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, ഇദാ നളർത ഇലൈഹാ സറതക, നീ നിന്റെ ഭാര്യയുടെ ഇണയുടെ മുഖത്തേക്ക് നോക്കിയാൽ നിന്റെ കണ്ണിന് കുളിർമ അനുഭവിക്കാൻ സാധിക്കും. വൈദാ അമർതഹാ അതഅതക, നീ ഒരു കാര്യം അവളോട് പറഞ്ഞാൽ ഉടനെ അവൾ അനുസരിക്കും. നിന്റെ അഭാവത്തിൽ അവൾ നിന്റെ സമ്പത്തും അവളുടെ ശരീരവും സംരക്ഷിക്കും. അങ്ങനെയുള്ള പെണ്ണാണ് നല്ല പെണ്ണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വസ്സാലിഹാതു ഖാനിതാതുൻ ഹാഫിളാതുൽ ലിൽ ഗൈബി ബിമാ ഹഫിളല്ലാഹ്. സ്വാലിഹത്തായ പെണ്ണെന്ന് പറഞ്ഞാൽ ഖാനിതാതുൻ, വിനയാന്വിതയായിരിക്കും. അമ്മായിമ്മക്ക് ഏത് മരുമകളെ ഇഷ്ടം എന്നറിയൂ? ചൊടിയുള്ള മരുമകളെ, സ്മാർട്ടായിട്ടുള്ള പെണ്ണിനെ. ഇസ്ലാം പറയണത് അവൾ നല്ല പെണ്ണല്ലാന്നോ? ഈ ബഹളം വെക്കണം. അത്തർഹാറൂൻ, ഇങ്ങനെ ചറവറാന്ന് സംസാരിച്ചൊഴുകുന്നവർ നരകത്തിലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അൺലിമിറ്റഡ് ആയിട്ട് അങ്ങോട്ട് പറയാം, എന്താ പറയണമെന്നറിയില്ല. മന്നജാത്ത് യാ റസൂലല്ലാഹ്, രക്ഷയുടെ മാർഗം. അംസിക് ലിസാനക്, നാവ് പിടിച്ചു വെക്ക്, നീ രക്ഷപ്പെടുന്നു. വീട്ടിലെ കലാപങ്ങളൊക്കെ അതുകൊണ്ടുണ്ടാവണതാ, ഈ കുറ്റവും കുറവും. അതുകൊണ്ടാണ് ഖുർആൻ യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, നിങ്ങൾ മറ്റുള്ളവരെ കുറിച്ച് കുറ്റം പറയരുത്.
ബിഅ്സലിസ്മുൽ ഫുസൂഖു ബഅദൽ ഈമാൻ, മോശമായ പേര് വിളിക്കുന്നത് എത്രയോ മോശം. നിങ്ങൾ ഈമാൻ കിട്ടിയതിനു ശേഷവും മോശമായ നാമകരണം ചെയ്യുന്നുവോ എന്ന് പറയുന്നിടത്ത് ഖുർആൻ പറയുന്നുണ്ട്, നിങ്ങൾ മറ്റുള്ളവരെ പരിഹസിക്കരുത്. വലാ നിസാഉം മിൻ നിസാഇൻ, എല്ലാവരും സത്യവിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാവരും പെടും. പക്ഷെ പെണ്ണുങ്ങളോട് പ്രത്യേകം പറയുന്നുണ്ട്, പെണ്ണുങ്ങളെ നിങ്ങൾ ഒരിക്കലും മറ്റൊരു പെണ്ണിനെ പരിഹസിക്കരുത്. എന്താ പറയാൻ കാരണം? ഈ അസുഖം കൂടുതലുള്ള സ്ത്രീകൾക്കാണ്. ആണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. 3 പെൺമക്കളുമായി ഒരു ഭാര്യയും ഭർത്താവും വരുമ്പോ വെറുതെ ഒരു ചോദ്യം, 3 പെൺകുട്ടികളാണ് അല്ലേ, എന്താ ഇവള് അന്ധയാ, കണ്ണ് കാണില്ല ഇവൾക്ക്, പിന്നെ എന്തിനാ അവൾ അത് ചോദിച്ചത്? അതുവഴി അവൾ അനുഭവിക്കുന്ന ഒരു വേദനയുണ്ടല്ലോ, അതിങ്ങനെ കണ്ടിട്ട്. സാഡിസ്റ്റുകളാണ് ഇത്തരം സ്ത്രീകളെ വിളിക്കേണ്ടത്. അവരൊന്നും വീട്ടിൽ കയറ്റരുത്, വലിയ അപകടകാരികൾ അവര്. നാട്ടിലെ മുഴുവൻ ആളുകളെയും പരിഹസിച്ചു നടക്കുന്നവർ, ഉറപ്പാണ് നരകവർക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, തുദ്കറു ഇംറഅ, ഒരു പെണ്ണുണ്ട് റസൂലെ, കസ്റത്തുസ്സലാ, ധാരാളം നിസ്കരിക്കുന്ന പെണ്ണാണ്, വകസ്റത്തുസ്സിയാം, ധാരാളം നോമ്പനുഷ്ഠിക്കുന്ന പെണ്ണാണ്, വകസ്റത്തുസ്സദഖ, ധാരാളം ദാനധർമ്മം ചെയ്യുന്ന പെണ്ണാണ്. വലാകിൻ, ഒരു ചെറിയ കംപ്ലൈന്റ് മാത്രമേ, ഒരു ചെറിയ പോരായ്മ മാത്രമേ അവൾക്കുള്ളൂ. തുദീ ജീറാനഹ, നാവുകൊണ്ട് അയൽക്കാരിയെ വേദനിപ്പിക്കും. ബാക്കിയുള്ള കാര്യത്തിൽ നമസ്കാരം, നോമ്പ്, എല്ലാ ദാനധർമ്മങ്ങളും എല്ലാമുള്ള മുത്തക്കിയായ പെണ്ണാണ്. പക്ഷേ ഒരു ചെറിയ കംപ്ലൈന്റ് അവൾ നാവുകൊണ്ട് അയൽവാസിയെ ഉപദ്രവിക്കും. അവൾ സ്വർഗത്തിലോ നരകത്തിലോ? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ പറഞ്ഞത്, ദഖലത്തിന്നാർ, അവൾ നരകത്തിൽ കടന്നു. അപ്പോൾ നമസ്കാരമോ? ഫവൈലുൽ ലിൽ മുസല്ലീൻ, നമസ്കാരം തന്നെ അവൾക്ക് നാശം. അല്ലദീന ഹും അൻ സ്വലാത്തിഹിം സാഹൂൻ, എന്താണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അശ്രദ്ധമായി തലകുത്തിമറിയുന്നവർ. അല്ലദീനഹും യുറാഊൻ, മറ്റുള്ളവരറിയാൻ വേണ്ടി കർമ്മം നിർവഹിക്കുന്നവർ. വയംനഊനൽ മാഊൻ, ചെറിയ ചെറിയ ഉപകാരം പോലും ആർക്കും ചെയ്യാത്തവരുടെ നമസ്കാരം അല്ലാഹുവിന് ആവശ്യമില്ല. അല്ലാഹുവിനെ, പ്രവാചകനെ അനുസരിക്കാത്തവന്റെ അല്ലാഹുവിനോടുള്ള അനുസരണം അല്ലാഹ്ക്ക് ആവശ്യമില്ല. മാതാപിതാക്കളോട് നന്ദി കാണിക്കാത്തവന്റെ അല്ലാഹുവോടുള്ള നന്ദി അല്ലാഹ്ക്ക് ആവശ്യമില്ല. ദാനധർമ്മം ചെയ്യാത്തവന്റെ, സക്കാത്ത് നിർവഹിക്കാത്തവന്റെ നമസ്കാരം റബ്ബിന് വേണ്ട. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 3 കാര്യങ്ങൾ പറഞ്ഞു. അല്ലാഹുവിനെ, നിന്റെ മാതാപിതാക്കളോടുള്ള വഖല്ലാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹ് വബിൽ വാലിദൈനി ഇഹ്സാന, അല്ലാഹുവിനോടുള്ള ഇബാദത്ത് കഴിഞ്ഞ ഉടനെ മാതാപിതാക്കളോടുള്ള ഇഹ്സാൻ. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ കേവലമായ പെരുമാറ്റമല്ല. എന്റെ ഉപ്പയ്ക്ക് വയ്യ, ഉപ്പയെ നന്നായി ഇന്ന് പരിചരിക്കാൻ വേണ്ടി ഒരു സൗവന്യനെ വെച്ചാൽ അത് ഇഹ്സാനല്ല. ഉപ്പയ്ക്ക് വയ്യ, ഉപ്പയെ ഹോസ്പിറ്റലൈസ് ചെയ്തു, അവിടെ ഒരു ബൈസ്റ്റാൻഡറെ പൈസ കൊടുത്ത് നിർത്തി, അതിന് ഇഹ്സാൻ എന്ന് പറയില്ല. ഉപ്പ മലമൂത്ര വിസർജനം ചെയ്തു, സർവന്റിനോടത് കോരിക്കളയാൻ പറഞ്ഞു, അതിന് ഇഹ്സാൻ എന്ന് പറയില്ല. ഇഹ്സാൻ ആകണമെങ്കിൽ അത് ഏറ്റവും ഉത്തമമായി, ഏറ്റവും ഉദാത്തമായി, ഏറ്റവും അങ്ങേയറ്റത്തെ അർത്ഥത്തിൽ അത് ചെയ്യുമ്പോഴാണ്. സ്വന്തം കൈകൊണ്ട് തന്റെ ചെറുപ്പത്തിൽ മാതാവ് എന്റെ മലമൂത്ര വിസർജനങ്ങൾ കോരിക്കളഞ്ഞതുപോലെ എന്റെ ഉപ്പയുടെ ഉമ്മയുടെ മാലിന്യം ഞാൻ എന്റെ കരങ്ങൾ കൊണ്ട് അത് കഴുകിക്കളയുമ്പോഴാണ് ആ ഒരു ഇഹ്സാനിലേക്ക് ഞാൻ വളരുന്നത്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബയുടെ പരിസരത്ത് നിൽക്കാണ്. ഒരു സഹാബി തന്റെ പ്രായമുള്ള ഉമ്മയെ തോളിൽ കയറ്റിയിട്ട് തവാഫ് ചെയ്യുകയാണ്. 7 തവണ തവാഫ്, 7 തവണ പ്രദക്ഷിണം ചെയ്തതിനു ശേഷം, തവാഫിനു ശേഷം ഈ വൃദ്ധയായ ഉമ്മയെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഇറക്കി വെച്ചിട്ട് ചോദിച്ചു, റസൂലേ, ഉമ്മയോടുള്ള കടപ്പാട് നിർവഹിച്ച മകനായില്ല ഞാൻ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പുഞ്ചിരിച്ചിട്ട് പറഞ്ഞ മറുപടി വളരെ ശ്രദ്ധേയമാണ്. നിന്റെ ഉമ്മ നിന്നെ ഗർഭം ചുമന്ന് ഒരു രാത്രി നേരം പുലരുവോളം അനുഭവിച്ച വേദനയ്ക്ക് പകരമാകില്ല ഇത്. നിന്റെ ഉമ്മ ഗർഭം ചുമന്ന് ഒരു രാത്രി നേരം പുലരുവോളം അനുഭവിച്ച വേദനയ്ക്ക് പകരമാകില്ല ഇത്. സുബ്ഹാനല്ലാഹ്.
ഉമ്മ എന്ന് പറഞ്ഞാൽ മൻ അഹഖു ബിഹുസ്നി സഹാബത്തി, ആരോടാണ് ഏറ്റവും നന്നായി പെരുമാറേണ്ടത്, ആരോടാണ് എനിക്ക് ഏറ്റവും കടപ്പാടുള്ളത്? ഉമ്മുക്ക, നിന്റെ ഉമ്മയോടാണ്. പിന്നെ ആരോടാണ് റസൂലെ? പിന്നെയാകുന്നില്ല, ഉമ്മുക്ക, നിന്റെ ഉമ്മ തന്നെയാണ്. അത് കഴിഞ്ഞാലോ? അത് കഴിയുന്നില്ല, ഉമ്മുക്ക, ഉമ്മയോട് തന്നെ. നാലാമതാണ് അബൂക്ക എന്ന് പറഞ്ഞത്. ആ അർത്ഥത്തിൽ ഒരു വീട്ടിൽ ഏറ്റവും ശ്രേഷ്ഠയായിട്ടുള്ളത് പെണ്ണാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫെമിനിസ്റ്റുകൾ അതറിയട്ടെ, അവരത് മനസ്സിലാക്കട്ടെ. ഇസ്ലാമിൽ ആ അർത്ഥത്തിൽ ഒരുപാട് പ്രാധാന്യം. ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉപമയായി പറഞ്ഞതൊരു പെണ്ണിനെയാണ്. ആസിയ ഫിർഔന്റെ ഭാര്യയെയാണ്. ലോകത്തെ മുഴുവൻ വിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും ഉപമയായി പറഞ്ഞത് ളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറഅത ഫിർഔൻ. ലോകത്തെ മുഴുവൻ ആളുകൾക്കും ഇതാ ഒരു മോഡൽ, അതൊരു പെണ്ണാണ്. ആ പെണ്ണ് കാഫിറായ, തെമ്മാടിയായ, ക്രൂരനായ ഭർത്താവിനോടുകൂടെ കുറെ കാലം ജീവിച്ചു. ഡൈവോഴ്സിനെ കുറിച്ച് ചിന്തിച്ചില്ല. ഡൈവോഴ്സ് ഒരിക്കലും നിങ്ങൾ നിർവഹിക്കല്ലേ. وإن امرأة خافت من بعلها نشوزا أو إعراضا, ഏതെങ്കിലും പെണ്ണ് തന്റെ ഭർത്താവിന്റെ പിണക്കമോ ഭർത്താവിന്റെ അവഗണനയോ ഭയപ്പെട്ടാൽ ഫസുൽഹു ഖൈർ, അതിന്റെ പേരിൽ പിരിഞ്ഞു പോകരുത്. സുൽഹാണ്, കോംപ്രമൈസാണ് നല്ലത്. എല്ലാ അർത്ഥത്തിലും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തില്ല. തന്റെ മകൾ, തന്റെ ഭാര്യ കാഫിറാണെന്ന പേരിൽ, എന്നതിന്റെ പേരിൽ ലൂത്ത് അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യയെ ഡൈവോഴ്സ് ചെയ്തില്ല. തിരിച്ചറിയണം, ഇന്ന അഅ്ളമൽ അമാനത്തി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ അമാനത്ത് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സംഭാഷണമാണ്. ആ സംഭാഷണം ഒരിക്കലും ഭാര്യ പറഞ്ഞത് വെളിയിൽ പറയാൻ പാടില്ല. ഒരിക്കലും ഭർത്താവിന്റെ വർത്തമാനങ്ങൾ ഭാര്യ പരസ്യപ്പെടുത്തരുത്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹ്, ഈമാനില്ല, അമാനത്തില്ലാത്തവന് ഈമാനില്ല. വലാ ഇസ്ലാമ ലിമൻ ലാ ആഹിദ ലഹ്, കരാറ് പാലിക്കാത്തവന് ഇസ്ലാമുമില്ല. വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കണം. ഖാലത്തിൽ അഅറാബു ആമന്ന, ഞങ്ങൾ മുഅ്മിനാണെന്ന് പറഞ്ഞപ്പോൾ, അഅറാബികൾ അത് പറഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ മറുപടി ഖുല്ലം തുഅ്മിനു, മുഅ്മിനല്ല, വലാകിൻ ഖൂലൂ അസ്ലംന, മുസ്ലിമാണെന്ന് വേണമെങ്കിൽ പറഞ്ഞോളൂ. ഒരിക്കലും നിങ്ങൾക്ക് ഈമാനില്ല. എന്താ ഈമാൻ എന്ന് പറഞ്ഞാൽ? ലൈസൽ ഈമാനു ബിത്തമന്നി വലാ ബിത്തഹല്ലി, അതിങ്ങനെ അണിയാൻ പറ്റുന്ന സാധനമല്ല, അത് കണ്ടുപിടിക്കാൻ പറ്റുന്നതല്ല, അത് ബാഹ്യമല്ല. ഇസ്ലാമു അലാനിയ വൽ ഈമാനു ഫിൽ ഖൽബ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. പർദ്ദട്ടത് കൊണ്ട് മുഅ്മിനാവില്ല, ദാടിയുള്ളത് കൊണ്ട് മുഅ്മിനാവില്ല. മാർക്സിനും ദാടിയുണ്ടായിരുന്നു. ദാടിയില്ല എന്ന് കരുതി ഒരാള് നരകത്തിലും പോവില്ല. ദാടിയില്ല എന്നതിന്റെ പേരിൽ അയാൾക്ക് ഈമാനില്ല എന്നും പറയാൻ പാടില്ല. ഒരാളുടെ വസ്ത്രം കൊണ്ടോ അയാളുടെ മുഖത്തെ നിസ്കാരത്തഴമ്പ് കൊണ്ടോ അഹ്മദ് മുഹമ്മദ് എന്ന് പേരു വിളിച്ചാൽ ആകുമോ സത്യത്തിൽ നമ്മൾ മുസൽമാൻ? 1000 കള്ളങ്ങൾ ഒന്നിച്ചു ചൊല്ലുന്ന വിശ്വാസവഞ്ചകരാണോ മുസൽമാൻ? ആരാണ് മുസൽമാൻ? എവിടെയുണ്ട് മുസൽമാൻ? നേരായ മുസൽമാൻ, നേരായ മുസൽമാൻ. അഹമ്മദ് എന്ന് പേര് വെച്ചോണ്ടൊന്നും മുസ്ലിം ആവില്ല. ശാന്തേച്ചി എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളമാണല്ലോ സക്കീനത്ത. സരള ചേച്ചിയുടെ അറബിയാണ് സഹലത്ത. പ്രഹ്ലാദൻ എന്ന് പറഞ്ഞാൽ ഫർഹാൻ എന്ന അർത്ഥം. സുബ്ഹാൻ എന്ന് പറഞ്ഞാൽ പവിത്രൻ. കമറുക്ക എന്ന് പറഞ്ഞാൽ ചന്ദ്രേട്ടൻ. ഷംസുക്ക എന്ന് പറഞ്ഞാൽ സൂര്യേട്ടൻ. പേര് വെച്ചതുകൊണ്ട് ദേവദാസാണല്ലോ അബ്ദുള്ള, ദൈവത്തിന്റെ ദാസൻ. ഇപ്പൊ ദേവദാസ് ഹിന്ദു, അബ്ദുള്ള മുസ്ലിം. ഈ ലിസ്റ്റ് നോക്കിയെന്നല്ല അള്ളാഹു സ്വർഗത്തിൽ നിരക്കും തീരുമാനിക്കുക. അബൂ ഹുറൈറ എന്ന് പറഞ്ഞ ഒരു പ്രമുഖ സഹാബിയാണ്, പൂച്ചയുടെ വാപ്പ എന്ന അതിനർത്ഥം. അബ്ബാസ് എന്ന് പറഞ്ഞാൽ എന്താ? മുഖം ചുളിച്ച മനുഷ്യൻ അല്ലേ? പേരിന്റെ സൗന്ദര്യമല്ല അള്ളാഹുവിന് ആവശ്യം, സ്വഭാവത്തിന്റെ സൗന്ദര്യമാണ്. ക്യാരക്ടർ ഈസ് ലോസ്റ്റ്, എവരിതിങ് ഈസ് ലോസ്റ്റ്. ക്യാരക്ടർ, സ്വഭാവം, മീസാൻ, വല്ലാത്ത തുലാസ്, വല്ലാത്ത ഖനം ഈ സ്വഭാവം കൊണ്ടുണ്ടാകും. അല്ലാഹുമ്മ ഹസ്സിൻ ഖുലുഖി കമാ ഹസ്സൻത ഖൽഖി. നിങ്ങൾ നോക്കൂ,
അധികവും 75% മക്കൾ മാതാവിന്റെ സ്വഭാവമായിരിക്കും ഇത്ര അനുകരിക്കുക. പ്രത്യേകിച്ച് ആൺകുട്ടികൾ അങ്ങനെയാണെന്നാണ്. ആൺകുട്ടികൾക്ക് ഉമ്മയോടും പെൺകുട്ടികൾക്ക് ഉപ്പയോടുമായിരിക്കും കൂടുതൽ ബന്ധം ഉണ്ടാവുക. 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെ നിർബന്ധമായും ഉപ്പ അരികിലുണ്ടാകണം. ഉപ്പയുമായിട്ടായിരിക്കും കുട്ടിക്ക് കൂടുതൽ അറ്റാച്ച്മെന്റ്. അതുകൊണ്ട് കുട്ടിക്ക് 3ാമത്തെ ബർത്ത്ഡേ കഴിഞ്ഞാൽ ഉടനെ ഹസ്ബൻഡിനോട് ഗൾഫിൽ നിന്ന് വരാൻ പറയാം, എന്നിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാം. കുട്ടിയുടെ ലോകം ഈ ബൈക്കിലും വാഹനത്തിലൊക്കെ കൊണ്ടു നടക്കുക കുട്ടികൾ. ആ സമയത്ത് കുട്ടികൾ ആഗ്രഹിക്കും അത്. ഈ അടുക്കളയിൽ കിടന്ന് ആ കുട്ടിയുടെ ആ വിശാലത നഷ്ടപ്പെടരുത്. കുട്ടികളെ പാർക്കിലൊക്കെ കൊണ്ടുപോയി അവർക്ക് ആർത്തത്തിൽ ആഹ്ലാദിക്കുവാനും സന്തോഷിക്കുവാനൊക്കെ ഉള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ ആർത്തത്തിൽ വളർത്താൻ കഴിയണം, അല്ലെങ്കിൽ കുട്ടികൾ അപകടകാരികളായിട്ട് മാറും. സ്നേഹം കൊടുക്കാൻ കഴിയണം, ഉമ്മ കൊടുക്കണം. ടച്ച് ഹങ്കർ. നിന്റെ മോൾക്ക് നീ ഉമ്മ കൊടുക്കണം. കുട്ടിക്ക് ഉമ്മ കൊടുക്കും വാപ്പ. 5 വയസ്സായി കഴിഞ്ഞാൽ പണിയൊക്കെ നിർത്തിവെക്കും. ചിലർ 6 വയസ്സ് വരെ കൊടുക്കും, ചിലർ 7 വയസ്സ് വരെ കൊടുക്കും. 10 വയസ്സായി പിന്നെ ഒരിക്കലും ഉമ്മ കൊടുക്കില്ല. അങ്ങനെ അവൾക്ക് ടച്ച് ഹങ്കർ കിട്ടാണ്ട് വരികയാണ്. ശരീരത്തിന്റെ ഒരു ഹങ്കറാണത്. സ്പർശനമില്ല. പിന്നെ ഇടയ്ക്ക് സ്പർശനുണ്ട്, കുറച്ച് സ്ട്രോങ് ആയിട്ടുള്ള സ്പർശനായിരിക്കും. കുട്ടി ആഗ്രഹിക്കുന്ന സ്പർശനം കിട്ടില്ല. അങ്ങനെ ഈ മോള് വളരുകയാണ്. 12, 13, 14 ഒക്കെ ഭയങ്കര ആഗ്രഹമായിരിക്കും. ഈ ടച്ച് ഹങ്കർ ഭയങ്കരമായിരിക്കും. ആ സമയത്താണ് ശുക്കൂർ ഒന്ന് ടച്ച് ചെയ്യണത്. സുബ്ഹാനല്ലാഹ്. ആ മോള് വിചാരിക്കും ലോകത്തെ ഏറ്റവും വലിയ സുഖദാന. പിന്നെ നീ വിളിച്ചപ്പോയി പണിയൊക്കെ പറയും അപ്പാട്. ഉമ്മയോട് പറയും മാറി നിൽക്കെന്ന് പറയും. എത്രയോ പെൺകുട്ടികൾ കോടതിയിൽ കരയുന്ന കണ്ണുമായി ഏകമകൾ. ആകെ പ്രശ്നമാണ് ലോകത്ത്. ദേ ചാവക്കാട് അവിടുത്തെ വളരെ കൗൺസിലർ അദ്ദേഹം. നിങ്ങൾ അവിടെ പോയി അന്വേഷിക്കുകയും ചെയ്യല്ലേ കേട്ടോ. കോളിംഗ് ബെല്ലടിച്ചു വൈകുന്നേരം. വാപ്പ വാതിലൂടെ നോക്കിയപ്പോ മോൻ ഒരുപാട് വലുപ്പമൊക്കെ ഉണ്ട്, ഹൈറ്റൊക്കെ ഉണ്ട്, +2 പഠിക്കണത്. കൂടെ ഒരു പെൺകുട്ടിയുണ്ട്. ഇപ്പൊ ഏതാടെ ഈ കുട്ടി? ഇത് ഞാൻ കെട്ടാൻ പോണ കുട്ടിയാണ്. ഇപ്പൊ പറഞ്ഞു വെരി ഗുഡ്, നിന്റെ യോഗതാണെങ്കിൽ അത് നടക്കട്ടെ. അവളങ്ങനെ പേടിയിൽ ഒന്നുമില്ലാത്ത മനുഷ്യന്. ഇൻഷാ അല്ലാഹ് അതാ അവളെ വീട്ടിൽ കൊണ്ടാക്ക്, എന്നിട്ട് വായോ, പ്രായമൊക്കെ ആവട്ടെ, ജോലിയൊക്കെ ആവട്ടെ, അപ്പൊ തീരുമാനിക്കാം. എനിക്കിപ്പോ കെട്ടണമെന്ന്. ഞാൻ സാങ്കല്പികല്ലേ പറയണത്. ഈ കഴിഞ്ഞ മാസം സംഭവിച്ച കാര്യ. വാപ്പ പറഞ്ഞു ഇവിടെ കിടക്കാൻ പാടില്ല, ഇറങ്ങിപ്പോയിക്കോളം പറഞ്ഞു. പോലീസ് വിളിച്ചു പറഞ്ഞു അത് പാടില്ല, നിങ്ങൾ കൊണ്ടുപോകാൻ. എനിക്ക് വേണ്ട. ഇന്നഹു ലൈസ മിൻ അഹ്ലിക്, അവൻ നിന്റെ കുടുംബല്ലാന്ന് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയോട് മകനെ കുറിച്ച് പറഞ്ഞില്ലേ, എന്റെ മോനല്ല. ആ ഒരു ഈ ശക്തി മനസ്സിന് വേണം, ആ ഒരു കരുത്ത് വേണം. കുട്ടി ചിലപ്പോൾ മരിച്ചു പോകാം, ചിലപ്പോൾ വ്യതിചലിക്കാം, ഒക്കെ സംഭവിക്കാം. ഇതൊരു ആക്സിഡന്റൽ വേൾഡ് ആണ്. എന്തും സംഭവിക്കാവുന്ന ഒരു ലോകമാണ്. ഒക്കെ പ്രതീക്ഷിക്കണം നമ്മൾ. ഖുർആനിലൊരു പരാമർശമുണ്ട്, നിങ്ങളുടെ മക്കളും നിങ്ങളുടെ ഇണകളും നിങ്ങളുടെ ശത്രുക്കളാണ്, ഫഹദറുഹും, അതുകൊണ്ട് അവരെ ശ്രദ്ധിക്കണം, ജാഗ്രത പാലിക്കണം. അത് വല്ലക്കും, നിന്റെ ഇണ, നിന്റെ മക്കൾ നിന്റെ ശത്രുവാണ്, അവർക്കെതിരെ ജാഗ്രത പാലിക്കണം. വെറുതെ പറയല്ല, ഒക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ഉമ്മയും ഓരോ വാപ്പയും ക്രൂരനായ +1ഉം +2ഉം പഠിക്കുന്ന മുടിയനായ, ആ പ്രയോഗമൊക്കെ വളരെ കറക്റ്റാ. മുടിയൊക്കെ നീട്ടി കാതിലും കമ്മലൊക്കെ അണിഞ്ഞ് കീറിയ പാൻറിട്ട്, അതാണ് സ്റ്റൈൽ. മോഡേൺ. എത്ര കീറിയോ അത്രയും മോഡേൺ, എത്ര പഴകിയ സാധനം ഇട്ടോ അത്രയും മോഡേൺ. കയ്യിലൊരു ചങ്ങലയുണ്ടോ, ഇടാരായിണ്ട് എന്നാണ് അത് തെളിയിക്കുന്നത്. എന്നെ ഇടാറായിണ്ട്. അതുകൊണ്ട് എല്ലാ ആഭാസവും. പണ്ട് തെരുവിലെ അറിയപ്പെട്ട ഗുണ്ടകളായിരുന്നു നെഞ്ചു വിരിച്ച് നടന്നിരുന്നത്. ഇന്ന് നമ്മുടെ പിള്ളേരൊക്കെ 6 പാക്ക് ഉണ്ടാക്കാൻ നടക്കല്ലേ, ഇതിങ്ങനെ നടക്കുക, പേടിയാവും കണ്ട. ആരാ? അബൂബക്കറിന്റെ മോനാ. ബോഡി ലാംഗ്വേജ് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് 2 തവണ പറഞ്ഞു നടത്തത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ വിനയത്തോടുകൂടി നടക്കണം. ശരീരമൊക്കെ പിടിച്ച് മക്കളും പെണ്ണും ആണൊക്കെ വാപ്പയുടെ മുമ്പിലാണ് നിൽക്കുന്നത്, ഉമ്മയുടെ ഉമ്പിലാണ് നിൽക്കുന്നത്. ഏറ്റവും വലിയ അപകടം ഈ ഉപ്പയെ റെസ്പെക്ട് ചെയ്യണമെന്ന് പഠിപ്പിക്കേണ്ട ഉമ്മയാണ്. പലപ്പോഴും വീട്ടിലുണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം, ഉമ്മ മക്കളെ കൂടെ നിൽക്കും, വാപ്പ ഒറ്റപ്പെടും. പ്രത്യേകിച്ച് ഗൾഫുകാരനാണെങ്കിൽ, ഗൾഫിലെ ഇയാള് സമ്പാദിച്ചിങ്ങനെ അയച്ചു കൊടുക്കുക, അവൾക്കൊന്നും അറിയണ്ട, അവള് സുഖമായി എല്ലാ വിധ സുഖ സൗകര്യത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 50 വയസ്സായി
കഷണ്ടിയൊക്കെ ആയി തലക്ക് അങ്ങനെ ആ മനുഷ്യണ്ട് വന്നു. ഇവൾ എല്ലാ ദിവസവും ഇവളാണ് മീൻ വാങ്ങുക, ഏതുവാണെന്ന് ഇവളെ തീരുമാനിച്ചിരുന്നത്. ഇന്ന് പോകുമ്പോ നീ അങ്ങോട്ടാ പോണത്? മീൻ വാങ്ങാനാ. പാത്രം കൊണ്ട് കൊണ്ട, ഞാൻ വാങ്ങാം 1 കിലോ ചാള. ഇവളാ സാധനം ഉപയോഗിക്കാറില്ല. അപ്പോൾ തന്നെ ഇവൾക്ക് ഷോക്ക്, കാര്യമൊക്കെ എന്റെ കയ്യിൽ നിന്ന് പോവാണല്ലോ. 11 മണിക്ക് ഇവിടെ ഇറങ്ങാണ്, നല്ല ഡ്രസ്സൊക്കെ ഇട്ട്. എങ്ങോട്ടാ പോണ? ഞാന് കൂട്ടുകാരെ വീട്ടിലേക്കാ. പോണ്ട. 2ാമത്തെ ഷോക്ക്. അപ്പോൾ ഉമ്മ മനസ്സിലാക്കാണ് ഇത് വലിയ അപകടമാണ്. മക്കളുടെ കാര്യം അങ്ങനെ തന്നെയാണ്. വൈകുന്നേരം മഗ്‌രിബിന്റെ സമയത്ത് ബാറ്റൊക്കെ ആയിട്ട് പോകുമ്പോൾ നീ അങ്ങോട്ടാ പോണ? ക്രിക്കറ്റ് കളിക്കാൻ. ക്രിക്കറ്റാ? പോയിരിക്കും അവിടെ. മഗ്‌രിബ് ബാങ്ക് കൊടുക്കണം. അപ്പൊ മക്കൾക്കും മനസ്സിലായി ഇത് വലിയ മുസീബത്താണല്ലോ. അപ്പൊ ഉമ്മയും മക്കളോണ്ട് ഒന്നാവും. എന്നിട്ട് ഈ മനുഷ്യൻ, എത്രയും പുരുഷന്മാരങ്ങനെ അനുഭവിക്കുന്നുണ്ട്, പലരും ചിരിക്കുന്നുണ്ട്, അത് നിങ്ങൾ നോട്ട് ചെയ്തോളൂ. വല്ലാത്ത കഷ്ടപ്പാടാണ്. അവൾക്ക് നരകമാണ്. ഭർത്താവിന്റെ തൃപ്തിയോടുകൂടെ മരിച്ചാൽ നിനക്ക് സ്വർഗം കിട്ടും, അയാളുടെ അതൃപ്തിയോടെ മരിച്ചെങ്കിൽ നരകോറപ്പാണ്. ഭർത്താവിന്റെ തൃപ്തി, അള്ളാഹുവിന്റെ കൽപ്പനക്കനുസരിച്ച് ഭർത്താവ് പറഞ്ഞതനുസരിച്ചേ പറ്റൂ. സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുമായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അത്രയധികം ഭർത്താവിന് വിധേയപ്പെടണം. അവനോട് മെക്കിട്ട് കയറരുത്. മക്കളെ അവനെതിരിൽ തിരിച്ചുവിടരുത്. കുട്ടിയുടെ ഭാഗത്ത് നിൽക്കുക. കുട്ടിയെ ഉപ്പയ്ക്ക് ശാസിക്കാൻ പറ്റില്ല. അപ്പൊ ഉമ്മ വരും, നിങ്ങളൊന്നും മിണ്ടാണ്ടെന്ന മനുഷ്യ. ആ കുട്ടിക്ക് ഒരു സ്വൈര്യം കൊടുക്കില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികളുടെ കൂടെ ആയിരിക്കും ഉമ്മ അധികം ഉണ്ടാവുക. കാരണം ആൺകുട്ടി ഒരു +1 +2 ഒക്കെ ആയി കഴിഞ്ഞാല് ഉമ്മാക്കന്നെ തോന്നും എന്റെ മോൻ ഒരുപാട് വലുതായിട്ടുണ്ട്. എന്നിട്ട് അവനങ്ങനെ പൊക്കി വെക്കും. എന്നിട്ട് എല്ലാവിധ അവന്റെ വ്യതിചലനങ്ങൾക്കും ഉമ്മ സപ്പോർട്ട് ചെയ്യും. അവനൊരു അഫയർ ഉണ്ടെങ്കിൽ ആ അഫയറിന് വരെ ഉമ്മയുടെ സപ്പോർട്ട് ഉണ്ടാവും. ഒരുപാട് കേസുകൾ എനിക്കറിയാം. ഒരിക്കലും ഉണ്ടാവരുത്. യൂണിറ്റി വളരെ പ്രധാനമാണ്. യദുല്ലാഹി അലൽ ജമാഅ. ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ചുകൂടാ. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരിക്കണം. ഓരോ മോഹവും പൂക്കണം. പൂക്കും മോഹത്തിൻ കിങ്ങിണിച്ചില്ലയിൽ പാട്ടും പാടിയിരിക്കണം. ഒരു നേരമെങ്കിലും ഒരു ദിവസം ഉപ്പയും ഉമ്മയും മക്കളൊക്കെ ഒരുമിച്ചിരിക്കട്ടെ. വേണ്ട, ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഭർത്താവ് ഭാര്യയുടെ മുഖത്തേക്ക് നോക്കട്ടെ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കും എന്താ അതെന്ന്. പലരും നോക്കാറില്ല. നോട്ടവും കാണലും രണ്ടാണ്. വിഷ്വൽ ലിറ്ററസി എന്ന് അതിന് പറയാം. വിഷ്വൽ ലിറ്ററസിയിൽ 2 കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഒന്ന്, ലേൺ ടു സീ, സീ ടു ലേൺ. പഠിക്കാൻ വേണ്ടി നോക്കുക, കാണാൻ വേണ്ടി പഠിക്കുക. കാഴ്ച എന്ന് പറഞ്ഞ നിസ്സാരമായ കാര്യമൊന്നുമല്ല. ഒട്ടകത്തെ അതുവരെ അവരെ കാണുമായിരുന്നു. ഇനി നിങ്ങൾ നോക്കൂ എങ്ങനെയാണ് ഒട്ടകത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഭാര്യയൊന്ന് നോക്കൂ, വിഷാദമായ ഭാര്യയുടെ മുഖം. അവൾ എന്തോ വേദന അനുഭവിക്കുന്നുണ്ട്. ആഴ്ചകളായി അവൾ വല്ലാത്ത പ്രയാസത്തിലാണ്. നീ ഇതുവരെ അവളെ നോക്കിയില്ല, അതുകൊണ്ട് നീ അത് കണ്ടില്ല. നീ ഇതുവരെ അവളെ കാണുകയായിരുന്നു. അവൾ അനുഭവിക്കുന്ന കഷ്ടപ്പാടും വേദനയും അള്ളാഹുവിന്റെ മുമ്പിൽ നിന്നെ ഏൽപ്പിച്ച അമാനത്താണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിടവാങ്ങൽ പ്രഭാഷണത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കുറച്ചു സമയം മാത്രമേ സംസാരിച്ചുള്ളൂ. ആ സംസാരിച്ച കൂട്ടത്തിൽ ലോകത്തെ മുഴുവൻ ഭർത്താക്കന്മാരെയും വിളിച്ച് ചില വർത്തമാനങ്ങൾ പറയുന്നുണ്ട്. അലാ വസ്തൗസൗ ബിന്നിസാഇ ഖൈറാ. ഭാര്യമാരോട്, പെണ്ണുങ്ങളോട്, നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു, മാന്യമായി പെരുമാറണം. ഹുന്ന അവാനിൻ ഇൻദകും. നിങ്ങൾക്ക് വേറൊരു അവകാശവും അവരുടെ മേലില്ല. അവരുടെ മക്കിട്ട് കയറരുത്. നാണമില്ലേ? പകല് അവളെ അടിച്ച് രാത്രി അവളോടൊന്നിച്ച് ക്ഷയിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ട് ഭാര്യയൊന്ന് നോക്കുക. കഴിഞ്ഞ ആഴ്ചയാണ് എന്റെ ഭാര്യ 2ാമതൊരു കുഞ്ഞിന് ജന്മം നൽകിയത്. എനിക്ക് ഭാര്യയോടുള്ള ഇഷ്ടം വർദ്ധിച്ചത് അപ്പോഴാ. ഓരോ രാത്രിയും നേരം പുലരുവോളം അവരനുഭവിക്കും. വഹനൻ അലാ വഹൻ. വേദനയ്ക്കുമേൽ വേദന സഹിച്ച്, ഗർഭം ചുമന്ന്, പ്രസവിച്ച്, 2 വർഷം പാലൂട്ടി. എനിക്ക് വേണ്ടിയാണ് എന്റെ ഭാര്യ കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഓരോ ഭർത്താവും ചിന്തിക്കണം. നിനക്കെങ്ങനെ പിള്ളേരെ കിട്ടുക? വേറെന്ത് സംവിധാനം ഉള്ളത്? നിന്റെ കുട്ടിയെ. അതുകൊണ്ട് ഖുർആനിൽ അങ്ങനെയുള്ള ചർച്ചയൊക്കെ ഉണ്ട്. ഭാര്യയെ ഡൈവോഴ്സ് ചെയ്താൽ അവൾ കുട്ടിക്ക്, ഡൈവോഴ്സ് ചെയ്താലില്ലെങ്കിലും കുട്ടിക്ക് പാല് കൊടുക്കുന്നതിന് പണം വാങ്ങിക്കാനുള്ള അവകാശം അവൾക്കുണ്ട്. കാരണം ഭർത്താവിന്റെ കുട്ടിയാണ്. ഭാര്യക്ക് ഭക്ഷണം ഭർത്താവിന്
വിളമ്പിക്കൊടുക്കണം, വെക്കണമെന്ന കൽപ്പനൊന്നും അള്ളാഹു പറഞ്ഞില്ല. പേടിയാവുണ്ട്. ഇതുവരെ വലിയ കുഴപ്പമില്ലാണ്ട് പോയിരുന്ന ഫാമിലിയാണ്, അയാൾ വന്നിട്ട് ആകെ കൊളാക്കിന്ന് പറയരുത്. അങ്ങനെ ചില ആൾക്കാർ പറയും, എവിടെ ഇരുന്ന് നീ, എവിടെ നോക്കിക്കായിരുന്നു, എവിടെ എന്റെ ചോറ്, എവിടെ എന്റെ കറി? മുത്തുറസൂലിന്റെ ആളല്ലയ്യേ, മുത്തുറസൂലിന് ആ പണി ചെയ്തായിരുന്നു. ഐഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, അദ്ദേഹം അടുക്കളയിൽ വരും, കറിക്കുള്ളതൊക്കെ അരിഞ്ഞു തരും, ഞങ്ങളെ സഹായിക്കും. അദ്ദേഹം വസ്ത്രം സ്വന്തം കൈകൊണ്ട് അലക്കിയിരുന്നു. ഭാര്യയുടെ പണിയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടില്ല. പ്രവാചകനെങ്കിൽ ഒരു ഭാര്യ ഒന്നല്ല, കുറെ ഭാര്യമാരുണ്ടായിരുന്നു. വസ്ത്രം അലക്കിയിട്ട് കൊടുത്ത ആകെ പിടിമലിയാവും. ഇപ്പൊ തന്നെ പിടിമലിയാണ്. അപ്പൊ അന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വസ്ത്രം അലക്കുക എന്ന് പറയുന്നത് വലിയ സന്തോഷമാണ് ഭാര്യമാർക്ക്. അത് റസൂൽ അലക്കുമായിരുന്നു. നെയ്പായസം എന്ന് പറഞ്ഞൊരു കഥയുണ്ട്, കമലാസുറയ്യക്ക്. അതിൽ ഭർത്താവ് ഭാര്യയുടെ ശവദാഹം കഴിഞ്ഞിട്ട് തിരിച്ചു വരിക. അപ്പൊ ബസ്സിലിരുന്നായ ആലോചിക്കുകയാണ്, ഇനി ആരാണ് എന്റെ മക്കളെ നോക്കുക? അവളോട് ഇന്നുവരെ സ്നേഹത്തോടു കൂടി സംസാരിക്കാൻ എനിക്ക് സമയം കിട്ടിയിട്ടില്ല. 3 മക്കളെ എത്ര കഷ്ടപ്പെട്ട് അവൾ വളർത്തിയിരുന്നത്. രാവിലെ തുടങ്ങും. ഷെയ്ഖിന്റെ ഒരു ലേഖനം ഈ അടുത്ത് ഞാൻ വായിച്ചു. ഒരു പെണ്ണിന്റെ ജീവിതം തുടങ്ങുന്നത് രാവിലെ ഭക്ഷണം വെച്ച് തുടങ്ങി. രാത്രി അവസാനത്തെ മനുഷ്യനും ഭക്ഷണം കഴിച്ച പാത്രവും കഴുകിയാലേ ഒരു പെണ്ണിന്റെ പണി പൂർത്തിയാവുന്നുള്ളൂ. വല്ല ശമ്പളം കൊടുക്കാറില്ല നമ്മളാരെങ്കിലും? സാലറി ഇല്ലാതെ, യൂണിയൻ ഇല്ലാതെ, സംഘടനകളില്ലാതെ കഷ്ടപ്പെടുന്ന ഒരു വിഭാഗമാണ് പെണ്ണുങ്ങൾ. ഒരു സാലറി നമ്മൾ കൊടുക്കില്ല. എന്നിട്ട് എന്താ എനിക്ക് പണിയുന്നു? ഭാര്യ വെറുതെ ഒന്നല്ല, അവർ ചെയ്യുന്നത് കാണാനുള്ള കണ്ണ് വേണം. അതാണ് ലേൺ ടു സീ, കാണാൻ പഠിക്കണം. ഹോസ്പിറ്റലിൽ ഉമ്മാനെ കാണാറുള്ളതെന്ന് ആരും ചോദിക്കില്ലല്ലോ. ഉമ്മാനെ ഹോസ്പിറ്റലൈസ് ചെയ്തു, ആരും ഉമ്മാനെ കാണാനുള്ളതെന്ന് ചോദിക്കില്ല. അവിടെ കുറെ ആൾക്കാരുണ്ട് കാണാൻ. നോക്കാൻ ആരാളുള്ളതെന്ന് ചോദിക്കാം. നോട്ടവും കാഴ്ചയും. ഭാര്യയെ നമ്മൾ ഒന്ന് നോക്കണം, മക്കളെ ഒന്ന് നോക്കണം, അവനൊന്ന് തലോടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നടന്നു പോകുമ്പോൾ കുട്ടികളെ കണ്ടാൽ വസല്ലമ അലൈഹിം, അവരോട് അസ്സലാമു അലൈക്കും എന്ന് പറയും. അവിടെ ഫിഖ്ഹൊന്നും പ്രവാചകൻ മാറ്റിവെക്കും. കുട്ടികൾ വലിയവരോടല്ലേ സലാം പറയേണ്ടത്, അവർ സലാം പറയട്ടെ കാത്തുക്കൊന്നുമില്ല റസൂല്. അസ്സലാമു അലൈക്കും എന്ന് അവരോട് സലാം പറയും. നമ്മളൊക്കെ അങ്ങനെയുണ്ട് കാരണന്മാര്. ഉസ്താദിനോട് പോലും സലാം പറയാൻ പാടില്ല എന്നാ പണ്ടൊക്കെ. ഉസ്താദിനോട് സലാം പറയും, എന്തൊരു ധിക്കാരാന്ന്. സലാം എന്ന് പറഞ്ഞാൽ അന്ന് അല്ലാഹുവിനെ രക്ഷിക്കട്ടെ എന്ന്. ആദ്യം ആരാ സലാം പറഞ്ഞത്? അവനാ കൂലി എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. സലാം പറയും. വയംസഹു അലാ റൂസിഹിം, തലയിൽ ഇങ്ങനെ തടവും. വയദഉ ലഹും, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാഹുവേ ഈ കുട്ടിയെ നീ അനുഗ്രഹിക്കണം. ഈ പള്ളിയിൽ വരുന്ന കുട്ടികളെ മുഴുവൻ എല്ലാവരും തലോടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചുംബിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മോളെ വിളിക്കെന്തറിയോ? മോള് വരുമ്പോ, വീട്ടിലേക്ക് വരുമ്പോ, മർഹബൻ യബ്നതി ഫാത്തിമ, ഓ വെൽക്കം വെൽക്കം, മോൾ കടന്നു വരൂ. ഓ സുബ്ഹാനല്ലാഹ്. നമ്മൾ മോള് കടന്നു വരുമ്പോ അപ്പൊ തന്നെ എന്താണ്, മുഖമൊക്കെ അതിന്റെ വോൾട്ടേജ് ഒക്കെ പോയിണ്ടാവും. എവിടുന്നാടി ഈ കയറി വരുന്നത്? എന്താടി വൈകിയത്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ 10 വർഷം ഞാൻ ഉണ്ടായിരുന്നു കൂടെ, ഒരിക്കൽ പോലും എന്തെങ്ങനെ ചെയ്തില്ല എന്ന് എന്നോട് ചോദിച്ചിട്ടില്ല. അനസ് റളിയല്ലാഹു അൻഹു സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുലാഇബ് മഅ സൈനബ്, മോൾ സൈനബിനോട് റസൂൽ കളിക്കും. ഫയഖൂൽ, അദ്ദേഹം ഇങ്ങനെ വിളിക്കും, യാ സുവൈനബ്. മോൾ എന്തോന്ന് ചോദിക്കും. യാ സുവൈനബ്. വീണ്ടും മോൾ എന്തോന്ന് ചോദിക്കും. യാ സുവൈനബ്. ഇങ്ങനെ കളിക്കും. മിറാറൻ, പലതവണ ഇങ്ങനെ വിളിക്കും, കളിക്കുമായിരുന്നു. പുറത്ത് ഉമർ റളിയല്ലാഹു അൻഹു വരുമ്പോ 2 പിള്ളേര് റസൂലിന്റെ പുറത്ത്. ഓ എന്ത് അടിപൊളി കുതിരയുടെ പുറത്താണല്ലോ നിങ്ങളെന്ന്. നിഅമൽ ഫാരിസാനിഹിമാ, ഹേയ് അശ്വാരൂഢന്മാരാണ് അതിനേക്കാൾ സ്ട്രോങ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും. അങ്ങനെ ഒരു ദിവസം നിസ്കാരം, പ്രവാചകൻ സുജൂദിന് എണീക്കണില്ല. പല സഹാബത്തും വിചാരിച്ച് റസൂൽ മരിച്ചുപോയിന്ന്. കുറെ നേരം കഴിഞ്ഞു, അത് സുജൂദിന് എണീറ്റു, സലാം വീട്ടി. കഴിഞ്ഞപ്പോ റസൂലിനോട് ചോദിച്ചു, വല്ല വഹിയും വന്നോന്ന്. അപ്പൊ പറഞ്ഞു, വഹിയല്ല, ഹുസൈൻ വന്നോന്ന്. എന്റെ പേരക്കുട്ടി, തൊട്ടടുത്താണല്ലോ വീട്, മദീന മസ്ജിദിന്റെ അപ്പുറത്ത്, കണ്ടാൽ മനസ്സിലാവുന്നു. അവൻ തോളിൽ വന്നിരുന്നു, കാരണം എല്ലാവരും സ്തുതി കിടക്കണം. അപ്പൊ ഈ പയ്യനെ നോക്കിയപ്പോ നല്ല സുഖം, പോയി അവിടെ പോയിരുന്നു, തോളിൽ കയറിയിരുന്നു. എന്നിട്ട് അപ്പൊ റസൂല് എണീച്ചില്ല. അതിന് പറഞ്ഞ കാരണം എന്താ അറിയോ? കുട്ടിക്ക് പ്രയാസമാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ എണീച്ചില്ല എന്ന്. നമ്മളെ വല്ല പള്ളിയിൽ ഉസ്താദാണെങ്കിൽ അന്ന് പിരിച്ചുവിടും അയാളെ, ആ സുജൂദിൽ തന്നെ പിരിച്ചുവിടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിമ്പറിൽ വെള്ളിയാഴ്ച
ഇതാ യാ അയ്യുഹല്ലദീന ആമനു ഇദാ നൂദിയ ലിസ്സലാ മിൻ യൗമിൽ ജുമുഅ ഫസ്ഔ ഇലാ ദിക്രില്ലാ വദറുൽ ബൈ. വളരെ ഗൗരവത്തിൽ ഖുർആൻ പറഞ്ഞ കാര്യം. അത് നിർവഹിച്ചുകൊണ്ടിരിക്കുമ്പോ ഇങ്ങനെ വരിക, ഇങ്ങനെ തലയിൽ കൂടെ തോളി കൂടെ ചാടി ചാടി വരിക. അപ്പൊ റസൂലിന് അത് സഹിക്കാൻ പറ്റില്ല. റസൂലിന് ഇറങ്ങി. സഹാബാരൊന്നും മിണ്ടണില്ല, കാരണം മിണ്ടി കഴിഞ്ഞാൽ ചുമ്മാ ബാത്തിലാവും. റസൂൽ ആ കുട്ടിയെ എടുത്തിട്ട് മിമ്പറി കയറിയിരുന്നു, ഖുത്ബ നിർവഹിച്ചു. പലപ്പോഴും മകളെ തോളിൽ വെച്ച് റസൂൽ നിസ്കരിച്ചിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ പഠിക്കണം. റസൂലിന്റെ കുടുംബജീവിതം നമ്മൾ പഠിക്കണം. അടുക്കള കയറി നമ്മൾ ശീലിക്കണം. മക്കളെ വളർത്തുക ഭാര്യക്കുള്ള ഡ്യൂട്ടിയായി നമ്മൾ മനസ്സിലാക്കരുത്. ഭർത്താവിനും അതിൽ വലിയ പങ്കുണ്ടെന്ന് തിരിച്ചറിയണം. ഭാര്യയും മക്കളും ഭർത്താവും എല്ലാവരും ഒരുമിച്ചിരിക്കുക. ഒരു നേരമെങ്കിലും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക, സന്തോഷമായിട്ട് ഗൃഹയോഗം കൂടുക, പ്രശ്നങ്ങൾ അങ്ങനെ പരിഹരിക്കുക. കമ്മ്യൂണിക്കേഷൻ. അമേരിക്കയിൽ 2005 ഒരു പഠനം നടത്തി. കുറെ കുട്ടികൾ, യുവാക്കൾ മദ്യം കഴിക്കുന്നില്ല. എന്താണ് കാരണം? അതിൽ അവർ കണ്ടെത്തിയ പല കാരണങ്ങളിലൊന്ന്, നല്ല കമ്മ്യൂണിക്കേഷൻ നടക്കുന്ന വീട്ടിലെ കുട്ടികൾ ലഹരി ഉപയോഗിക്കണില്ല എന്ന്. തുറന്ന് സംസാരിക്കുക, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഭാര്യയോട്, ഭർത്താവിനോട്, മക്കളോട്. ഭക്ഷണം ഒരുമിച്ചിരുന്ന് കഴിക്കുക. ഭക്ഷണം തോന്നിയതുപോലെ. റസൂലെ ഭക്ഷണം കഴിക്കുന്നു, വിശപ്പ് മാറുന്നില്ല.